സംസ്ഥാനത്ത് മരുന്നു സംഭരണത്തിലെ കുടിശ്ശിക തീർക്കാൻ നട്ടം തിരിഞ്ഞ് സർക്കാർ 2025 ജനുവരി 1 തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം സർക്കാർ KMSCLന് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 693 കോടി. അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനുള്ള ടെൻഡർ നടപടിക്രമങ്ങളെ വർദ്ധിച്ചുവരുന്ന കുടിശ്ശിക ബാധിച്ചേക്കും. സംസ്ഥാനത്ത് മരുന്ന് സംഭരണത്തിലെ കുടിശ്ശിക മുൻപില്ലാത്ത വിധം വർദ്ധിക്കുകയാണ്. 2025 ജനുവരി 1 തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം 693 കോടി 78,70,740 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ KMCLന് നൽകാനുള്ളത്. രണ്ടായിരത്തി 2021 6.93 കോടി രൂപയായിരുന്ന കുടിശ്ശികയാണ് 2025 ആയപ്പോഴേക്കും 693 കോടിയായി ഉയർന്നത്. ബജറ്റിൽ 356 കോടി രൂപയാണ് KMCLനായി വകയിരുത്തിയിരിക്കുന്നത്. ഈ തുക പോലും എന്ന് ലഭിക്കുമെന്നതിൽ ഉറപ്പില്ല. കടമെടുത്ത് കുടിശ്ശിക പകുതിയെങ്കിലും നൽകാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സർക്കാർ. 92 കമ്പനികൾക്കാണ് 1 കോടിയിലധികം കൂടുതൽ തുക തിരിച്ചടയ്ക്കാനുള്ളത്. വിവേക് ഫാർമകെയിം ലിമിറ്റഡ്, യൂണിക്കോർ ലിമിറ്റഡ്, അക്യുലൈഫ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളുടെ കുടിശ്ശിക 50 കോടി രൂപയ്ക്ക് മുകളിലാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിനും വൻ തുകയാണ് കുടിശ്ശിക. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ ആവശ്യ മരുന്നുകളുടെ സംഭരണത്തിലുള്ള ടെൻഡർ നടപടിക്രമങ്ങളെ വർദ്ധിച്ചു വരുന്ന കുടിശ്ശിക ബാധിച്ചേക്കും. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.